ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം. നമ്മളങ്ങനെ ശ്രവിക്കുന്ന ഓരോ വചനത്തിനെയാണ് റേമ വചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റേമ വചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്താം. കേൾക്കുന്ന വചനത്തിലൂടെ നമുക്ക് യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരായി തീരുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവായ ദൈവമേ, വചനമാകുന്ന യേശുവിനെ ഞങ്ങൾക്ക് അയച്ചു തന്നുകൊണ്ട് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. യേശുവാകുന്ന വഴിയിലൂടെയും യേശുവാകുന്ന സത്യത്തിലൂടെയും മാത്രം സഞ്ചരിക്കാൻ വേണ്ടി ഞങ്ങളെ പ്രത്യേകം അങ്ങ് ഒരുക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി വചനാധിഷ്ഠിതമായ ജീവിതം മാത്രം നയിക്കാൻ ഞങ്ങളങ്ങ് ഉപകരണങ്ങളാക്കി തീർക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങളിൽ വചനം നിറയാൻ അമ്മ നിരന്തരം അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം കണ്ടെത്തുന്നത്. സങ്കീർത്തനത്തിൻ്റെ 39 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യം. സങ്കീർത്തനം 39:11. പാപനിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം. തുടർന്നുള്ള 2 വാക്യം കൂടി വായിക്കാം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി ചെവി കൊള്ളണമേ. ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത്. ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ്. എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ്. ഞാൻ മറിഞ്ഞില്ലാതാകുന്നതിന് മുൻപ് സന്തോഷം എന്തെന്ന് അറിയാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ. അപ്പോൾ നമുക്കെല്ലാവർക്കും മരണമുണ്ട്. നമ്മൾ മരണത്തെ മറന്നിട്ടാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. മരണം ഉണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പല ഓട്ടപ്പാച്ചിലുകളും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് വെറുപ്പ് സൂക്ഷിക്കുന്ന നമ്മുടെ സ്വഭാവവും നമ്മുടെ കുറേ സ്വഭാവ ദൂഷ്യങ്ങളും നമ്മുടെ കുറേ അത്യാഗ്രഹങ്ങളെല്ലാതും നമുക്ക് കുറേ കുറഞ്ഞു കിട്ടും. ഇതെല്ലാം മരണത്തോടു കൂടി തീരുന്നൊരു കാര്യമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ആരോഗ്യവും എല്ലാതും ഒരു പരിധിയിലപ്പുറത്തേക്ക് നമ്മളെ സഹായിക്കണില്ല എന്നുള്ള കാര്യം നമ്മളെ കുറേ ഓർമ്മപ്പെടുത്തും. അപ്പോൾ നമ്മൾ ജഡത്തിൽ മരിച്ചിട്ട് യേശുവിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ജഡികമായ താല്പര്യങ്ങളിലെല്ലാം നമ്മൾ മരിച്ചിട്ട് നല്ലൊരു ജീവനിലേക്ക് നമ്മൾ ഉയരട്ടെ. ആമേൻ.